മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് ഭയങ്കര ന്യൂ വേർഷൻ ഒന്നല്ല കേട്ടോ. ഇതൊരു പഴയ റെസിപ്പിയാണ്. ഇതിൽ ഞാനൊരു ടിപ്പ് വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒട്ടുമിക്കവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. എന്നാലും ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ടിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ചേച്ചി പറഞ്ഞു തന്നതാണ് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേടാവില്ല എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്തപ്പോഴത്തേക്കും ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കേടാവാത്ത ഒരു കറിയുടെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം റെസിപ്പി ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട്, അപ്പോൾ ഈ ഒരു ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ഒരു കമൻറ്റാണ് എൻ്റെ മൈൻഡിലേക്ക് സ്ട്രൈക്ക് ചെയ്തത്. അതുകൊണ്ടാട്ടോ ഞാനിത് ചെയ്യണത്. അപ്പോൾ ഞാൻ പഴുത്ത പഴമാണ്, ഏത്തപ്പഴം. അപ്പോൾ അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പഴം അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ്. വളരെ കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഉലുവ ഇടുക. അത് കഴിയുമ്പോൾ ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽമുളക്, ഒരു 3-4 വറ്റൽമുളക് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും. അപ്പം വറ്റൽമുളകാകുമ്പോൾ ഒരു 4 മതിയാവും. അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒന്ന് പതിയെ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഈ പഴം നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറി ഒരു 4 ദിവസം എന്താണെങ്കിലും ഗ്യാരണ്ടി ആയിട്ട് ഇരിക്കും എന്നാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത്. കാരണം ആ ചേച്ചിയുടെ മോൾക്ക് ഗൾഫിൽ കൊടുത്തു വിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി, അപ്പോൾ ചീത്താവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ഒരുവിധം പ്രായമുള്ളവർക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ ഈ ഒരു ടിപ്പ്. അപ്പോൾ പഴം ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് വരണം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് തേങ്ങയും പിന്നെ ഇതിലേക്ക് നമ്മൾ അരക്കണയിലേക്കാണ് പച്ചമുളക് ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പഴത്തിലേക്ക് അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അരച്ചിടുന്ന കാരണം നോർമലി പച്ചമുളകിന് നല്ല എരിവുണ്ടാവും, കൊണ്ടിട്ട് 2 എടുത്തുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഉടയ്ക്കണം കേട്ടോ. ഈ പഴം നല്ലോണം ഉടയ്ക്കണം. അപ്പോൾ വാടിക്കഴിയുമ്പോൾ എന്താണെങ്കിലും ഏത്തപ്പഴം നല്ല സുഖമല്ലേ ഉടയ്ക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ടൊക്കെ ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊന്ന് അരപ്പൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ ഇതുപോലെ ഒരല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നല്ലോണം അരയണം. അപ്പോൾ ഇനി പഴമൊക്കെ വാടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കില്ല. അരയ്ക്കാൻ ഒരിത്തിരി വെള്ളം ചേർത്തത് മാത്രം. പിന്നെ ഞാൻ ആ മിക്സിയിലുള്ള ബാക്കിയുള്ള അരപ്പും കൂടെ ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഈ അരപ്പും നമ്മൾ ഇതിൽ നന്നായിട്ട് വാടണം. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ അരപ്പ് വാട്ടിയിട്ടാൽ മാത്രമാണ് ഈ കറി ലാസ്റ്റ് ചെയ്യുള്ളൂ. പച്ച അരപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കറി കുറച്ച് ദിവസമൊന്നും ഇരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അരപ്പ് അധികം വെള്ളം ഒഴിക്കാണ്ട് ഇതിലേക്ക് തന്നെ ഇട്ട് വാട്ടിയെടുത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മോരാണ് കേട്ടോ. അപ്പോൾ മോര് നമ്മുടെ ഈ കറിക്ക് അധികം പുളിയില്ലാത്ത മോരാണ് ഞാൻ ഉപയോഗിച്ചത്. അത് കാരണം ഇതിൻ്റെ ആ ഒരു നമ്മൾക്ക് വേണ്ട അത്രയും ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ആവശ്യം അത്രയും മോര് ചേർത്ത് കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കണ്ട. ഇനി അപ്പോൾ മോര് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പുളിയും നോക്കിയിട്ടൊക്കെ അതിന് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടെ മോര് ആവാൻ കുഴപ്പമൊന്നുമില്ല. കാരണം അധികം പുളിയൊന്നുമില്ല നമ്മളുടെ മോരിന്. അതുകൊണ്ട് കുറച്ചധികം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് മോരൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മോര് കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇത് തിളക്കരുത്. അതിന് മുമ്പ് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും ഇതായിരുന്നു ഇവർ ചെയ്തത്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെപ്പോലെയുള്ള ഒരു
പുതിയ ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ല, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആ ചേച്ചി പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്കിതൊരു പുതിയ അറിവായിരുന്നു, അപ്പോൾ ഞാൻ നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ.